ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. വർക്കുകളൊക്കെ ഒത്തിരി നമുക്ക് ഇരിക്കുന്നതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ പല വർക്കും എടുക്കാൻ വിസമ്മതിക്കുന്നത്. നമുക്കറിയാമല്ലോ, ഒത്തിരി ഒരു കാലഹരണപ്പെട്ടതും തുരുമ്പിച്ചതുമായ സാധനങ്ങളൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു പരിഹാരമില്ല. ഈ കമൻറ്റ് പറയുന്നവന്മാരൊക്കെ ഒരു സെറ്റെങ്കിലും ഒന്ന് ചെയ്താൽ വലിയ ഉപകാരമായിരുന്നു. വലിയ കമൻറ്റ് പറയുന്ന വലിയ മറ്റേ മനുഷ്യരാട്ടവന്മാരുണ്ടല്ലോ, ഒരു സെറ്റെങ്കിലും ചെയ്ത് കാണിക്കാമോ നിനക്കൊക്കെ? എന്നെ വിമർശിക്കുകയും കുറ്റം പറയുകയും ചെയ്യുന്നവനൊക്കെ ഒരു സെറ്റ് ചെയ്ത് കാണിക്കാം, ഒരു സിമ്പിൾ സെറ്റ്. ഞാൻ വെല്ലുവിളിക്കാം. അപ്പോൾ പണിയെടുക്കുകയില്ല, ചുമ്മാ കുറേ പിന്നെ കുഴപ്പമില്ല, നിങ്ങളൊക്കെയാണ് ഒരു ഉത്തേജനം. കാരണം നിനക്കൊക്കെ പണിയില്ല, നീയൊക്കെ ഇരുന്ന് എൻ്റെ താഴെ ഇരുന്ന് കമൻ്റ് ഇടുമ്പോൾ എൻ്റെ ചാനൽ വളർന്നു പൊക്കോളൂ, എനിക്ക് സന്തോഷം. അതേമയത്ത് നീയൊക്കെ വല്ല പണിക്കും പോടാ പോയി, നിങ്ങൾക്ക് രക്ഷപ്പെടും. പോട്ടെ, നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഒരു സൗണ്ട് ബാറാണ്, സെബ്രോണിക്സിൻ്റെ സൗണ്ട് ബാർ. ഇതിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നാൽ മദർ ബോർഡ് ഫുള്ള് മാറുകയാണ്. ഇതിപ്പോൾ ഇതിൻ്റെ സബ്വൂഫർ മാത്രം വർക്ക് ചെയ്യുന്നില്ല. ഇതാണ് സബ്വൂഫർ മാത്രം വർക്ക് ചെയ്യുന്നില്ല. ബോർഡയിൽ IC എല്ലാം മാറി നോക്കിയതാണ്, മാക്സിമം ട്രൈ ചെയ്തതാണ്. അപ്പം ഞാൻ ഇത് കൂട്ടൊരു ചെറിയൊരു ആംപ്ലിഫയർ സബ്വൂഫറിന് മാത്രമായിട്ട്, ഇത് 100 വാട്ട്സ് കിട്ടുന്ന ആംപ്ലിഫയറാണ്. 100 വാട്ട്സ് കിട്ടുന്ന, പോട്ടെ 100 ഇല്ലെങ്കിലും ഒരു 80 വാട്ട്സ് എങ്കിലും കിട്ടും, അല്ലെങ്കിൽ 60 വാട്ട്സ് കിട്ടും. ഇതിന് 50 വാട്ട്സേ ആവശ്യമുള്ളൂ. അത്രയും പവറുള്ള ഒരു ആമ്പ് ഞാൻ ഈ ബോർഡിനകത്ത് കയറ്റി. ഇത് പിന്നെ ദൈവാനുഗ്രഹം കൊണ്ട് ബ്ലൂടൂത്ത് കണക്ഷനല്ല. ബ്ലൂടൂത്ത് കണക്ഷൻ ആണെങ്കിൽ പിന്നെ ഒന്നും നടക്കില്ല. ഇത് നേരിട്ട് ലൈൻ ആയതുകൊണ്ട് ഇത് നമ്മൾ കറക്റ്റ് ചെയ്ത് ഇതിൻ്റെ തന്നെ പവർ സപ്ലൈ ഉപയോഗിച്ച് ഇതിൻ്റെ തന്നെ ലൈൻ ഇട്ട് ഉപയോഗിച്ച്, പിന്നെ ഒരു സാധനവും കൂടെ ഉണ്ട്. ഇതെന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഒരു സബ്വൂഫർ, നമുക്കിത് ബാസിന് വേണ്ടി കൺട്രോൾ ചെയ്യുന്ന സബ്വൂഫർ ഫിൽറ്ററാണിത്. സബ്വൂഫർ ഫിൽറ്റർ, ഇങ്ങനെ ഒരു ഫിൽറ്ററും കൂടെ ശരിക്കും ഇതിന് ആവശ്യമുണ്ട്. അങ്ങനെ ഒരു ഫിൽറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് ആ ബാസ് അത് കറക്റ്റ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ വീഡിയോ ഒക്കെ നമുക്കൊന്ന് കറക്റ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇതിപ്പോൾ ഇത് ഡയറക്റ്റായിട്ട് ഫിക്സ് ചെയ്യാതെ ഈ സാധനങ്ങളെല്ലാം ഞാനൊന്ന് ഫിറ്റ് ചെയ്യാൻ പോകും. ഓക്കെ, എങ്ങനെ ഇരിക്കുമെന്നറിയാം. അത് കഴിഞ്ഞ് ഓക്കെ ആയി കഴിയുമ്പോൾ നമുക്കിതെല്ലാം എടുത്ത് ഇതിനകത്ത് വയറൊക്കെ കട്ട് ചെയ്ത് കറക്റ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ സ്പീക്കർ, ഇപ്പോൾ സ്പീക്കർ എന്ന് പറഞ്ഞാൽ ഇത് പോസിറ്റീവും ഇത് നെഗറ്റീവും ആയിട്ടാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ അങ്ങനെ തന്നെ ഞാൻ കൊടുക്കുകയാണ്. ഇത് പോസിറ്റീവ്, നീളം കുറയ്ക്കാം. ഇത് സ്പീക്കറിൻ്റെ പോസിറ്റീവ്, ഇത് സ്പീക്കറിൻ്റെ നെഗറ്റീവ്. സ്പീക്കർ ഔട്ട് കൊടുത്തു. ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് ബോർഡയിലോട്ട് പോകാനൊരു സാധനം വേണം. നമ്മൾ ഫിൽറ്ററിലോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചാനലോട്ടാണ് എടുക്കുന്നത്. ഞാൻ ഫിൽറ്ററിലോട്ട് ഒരു ചാനലോട്ട് എടുക്കുകയാണ്. ഇതിനൊരു ചെറിയ പ്രശ്നമുണ്ട്, ഇതിൻ്റെ പവർ സപ്ലൈ 24 വോൾട്ടാണ്. 24 വോൾട്ട് ആയതുകൊണ്ട് എന്നാ എൻസി, ഞങ്ങളിവിടെ പണിയില്ല. ഞങ്ങളെ വർക്കിലാണ്, ഇവിടെ വീഡിയോ എടുത്തോണ്ടിരിക്കുകയാണ്. കൊറിയറോ? കൊറിയറോ? ആ, ഈ സമയം ഇല്ലാത്തപ്പോഴോ? അതിപ്പോൾ നമ്മൾ ഫിൽറ്റർ, ഇത് സ്പീക്കർ ഔട്ട്. ഏതായാലും ഞാൻ ഇച്ചിരി വയറ് നീട്ടിയിട്ടങ്ങ് ചെയ്യാൻ പോവാം, കാരണം അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് കുറയ്ക്കാം. കാരണം നീട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ബുദ്ധിമുട്ടാവും. ഇതിപ്പോൾ റെഡ് നമ്മൾ പോസിറ്റീവും
ഓറഞ്ച് നമ്മൾ നെഗറ്റീവായിട്ടാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ സ്പീക്കർ ഔട്ടിൽ സോൾഡർ ചെയ്യാൻ പോകണം. ഓഡിയോ സ്പീക്കർ ഔട്ട്, ഇവിടെ കളറൊക്കെ ഉണ്ട്. നമ്മളൊരു തുള്ളി ഒന്ന് ലെഡ് ഇട്ടേക്കാം. സ്റ്റാർ സ്കൂട്ടർ സ്പീക്കർ ഔട്ട്. സ്ക്രൂ ടൈപ്പാണ്, അതുകൊണ്ട് വളരെ സ്പീക്കർ ഔട്ട് കൊടുത്തു. പിന്നെ ഓഡിയോ ഇൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫിൽറ്ററിൽ കയറി വേണം നമുക്ക് വരാൻ. അതുകൊണ്ട് ഇത് ഓഡിയോ ഔട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് അവിടെ നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. നമുക്ക് ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ സപ്ലൈ ഇന്നാണ്. സപ്ലൈ ഓൾറെഡി നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് സപ്ലൈ. ഈ ബോർഡ് നമ്മൾ സപ്ലൈ എടുത്തിട്ടുണ്ട്. അത് വെച്ച് നമുക്ക് നോക്കണം. സബ് വൂഫർ നമ്മൾ കുത്തി വെച്ചിരിക്കുകയാണ്. DC പോസിറ്റീവ്, ഇവിടെ പോസിറ്റീവ് എഴുതി വെച്ചിട്ടുണ്ട്. DC പോസിറ്റീവ് കൊടുത്തു. ഇത് തൊട്ടടുത്ത് തന്നെ DC നെഗറ്റീവ് ഉണ്ട്. ഇച്ചിരി ഞാനെടുത്ത വയർ ഇച്ചിരി ഗേജ് കൂടി പോയി, എന്നാലും അത്രയും ഗേജ് ഇരുന്നോട്ടെ, അത് നല്ലതാണ്. ഗേജ് പറഞ്ഞു പോയെന്നാരും പറയല്ലോ. അപ്പോൾ ഞാനത് നെഗറ്റീവ് കൊടുക്കാൻ പോവാണ്. നെഗറ്റീവ് നമ്മൾ കൊടുത്തു. ഓക്കെ, നെഗറ്റീവ് കൊടുത്തു. നമുക്ക് കൈ പിടിച്ചപ്പോൾ ഒരു കപ്പാസിറ്റർ വിട്ടുപോയിട്ടുണ്ട്, അത് നമുക്ക് കൊടുക്കാം. SMD കപ്പാസിറ്ററാണ്. അതിൻ്റെ ഇതിൻ്റെ ഷോൾഡറിങ് പിടിച്ചു കൊടുക്കണം, അത് കണക്റ്റ് ആവുള്ളൂ. ഓക്കെ, എല്ലാം ചെയ്ത് വെച്ചു. കാരണം എന്ന് വെച്ചാൽ ഈ മുക്കിയെടുക്കുമ്പോൾ കുറവ് വരുന്നതല്ലേ, കുഴപ്പമില്ല. പിടിച്ചു. ഓക്കെ, ഓക്കെ, അത് കഴിഞ്ഞു. ഇനി നമുക്ക് കറണ്ട് കുത്തുവാണെങ്കിൽ ആമ്പ് വല്ലതും അനങ്ങുമെന്ന് നമുക്ക് നോക്കാം. കറണ്ട് കുത്തുന്ന സാധനം ഇതാണ്. ഇത് ഈ പവർ സപ്ലൈ തന്നെ കുത്താം. ഇതിൻ്റെ പവർ സപ്ലൈ ആണ് നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ കിടപ്പുണ്ട്. നിർത്തി. ഉണ്ടല്ലോ, സൗണ്ട് കേട്ടോ? ആകുമ്പോൾ ഓക്കെയാണ്. പാട്ട് ഇവിടെ കൊടുത്താൽ മതി. ഏത് ഇൻപുട്ട് കൊടുക്കുന്നു അത് പാടും. അപ്പോൾ ഓൾറെഡി അത് ഓക്കെ ആയി. ഇനി ഇതിനൊരു പ്രശ്നമെന്ന് വെച്ചാൽ ഇതിനൊരു ഇന്ന ഔട്ട് 12 വോൾട്ട് എർത്ത് വേണം ഇതിന് വേണ്ട. 12 വോൾട്ട് ഒരു റെഗുലേറ്റർ ഇതിന് മസ്റ്റായിട്ട് വേണം. അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. കാരണം മറ്റേ 12 വോൾട്ട് ആയതുകൊണ്ട് അവിടുന്ന് നമുക്കൊരു റെഗുലേറ്റർ ഇട്ടൊരു 12 വോൾട്ട് ആക്കണം. പിന്നെ ഇതെല്ലാം കൂടെ ഇതിനകത്ത് തന്നെ കൊള്ളിക്കണം. അതാണ് അടുത്ത ടാസ്ക്.
ബ്ലൂപ്പന്നുണ്ടെന്ന് തോന്നുന്നു, നോക്കിയിട്ട് പറയാവേ. ഞാൻ നോക്കട്ടെ, ഞാൻ വർക്കില്ല. ഓക്കെ, കേട്ടുണ്ടോ? അങ്ങനെയല്ല. Lion in the dark, full from all that he's eaten. ഓടിയില്ല. Heart content on feeding more from the 12 വോൾട്ടിൻ്റെ ഒരു പവർ സപ്ലൈ. 12 വോൾട്ട് അത് കൂട്ടി കാണിക്കുന്നത് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇതിന് വേണ്ടിയിട്ട് കൊടുക്കാനിപ്പോൾ ഞാൻ എടുത്തതാണ് ഈ ഫിൽറ്ററിൻ്റെ DC ഇവിടെ 12 വോൾട്ട് എർത്ത്. കട്ടുള്ളത് 12 വോൾട്ട്, അത് 12 വോൾട്ട്. ഈ വയറെല്ലാം അപ്പടി ചളായിപ്പോയി. ഇൻസുലേഷൻ കളഞ്ഞ് ഞാൻ എടുത്താണ്. കെട്ടുള്ള പോസിറ്റീവ്, കെട്ടില്ലാത്തത് നെഗറ്റീവ്, എർത്ത്. അവരങ്ങനെ അങ്ങ് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇതിന് സപ്ലൈ കൊടുക്കണം. ഇതിൻ്റെ സപ്ലൈ ഇതാണ്ട് കിടക്കുന്നു. അതെവിടെ കുത്തണം? ഇവിടെ കുത്തണം. കുത്തി. അപ്പോൾ എല്ലാം ചെയ്തു. അപ്പോൾ ഇനി കറണ്ട് കുത്തി നോക്കിയാൽ മതി. ഡിസ്പ്ലേ അവിടെ, ഡിസ്പ്ലേ വന്നു. ഇനി ഒരു കാര്യം ചെയ്തു, ഒരു പെൻഡ്രൈവിഞ്ഞെടുത്ത് പെൻഡ്രൈവ് മുമ്പത്തെ ആ വെള്ളം ഇവിടെ കണ്ട് കിടപ്പുണ്ടായിരുന്നല്ലോ, അല്ലെ കറുത്ത കഴിഞ്ഞെടുത്താലും മതി.
ആ ടോർച്ച് ഇനി എടുത്ത് എന്നാലും ഇതൊക്കെ ഒന്ന് കാണാം. തുരുമ്പായി മൊത്തം. ഇത് കണ്ടോ, ഒരു ട്രാൻസ്ഫോമർ കണ്ടോ. ഇത് ഡ്യൂവൽ ഔട്ട്പുട്ട് ട്രാൻസ്ഫോമറാണ്. കാരണം ഈ ആമ്പിന് വേണ്ടിയിട്ട് ഒരു ഔട്ട്പുട്ടുണ്ട്, ഈ ആമ്പിന് വേണ്ടിയിട്ട് ഒരു ഔട്ട്പുട്ടുണ്ട്. ഇതൊരെണ്ണം ഇൻപുട്ടുമാണ്. ഇത് മാത്രമേ ഇൻപുട്ടുള്ളൂ. സ്വിച്ച് കൂടെ വെച്ചിട്ടുണ്ട്. ഈ ട്രാൻസ്ഫോമറിന് തന്നെ എനിക്ക് തോന്നിയിട്ടൊരു 5-6 കിലോ ഉണ്ട് വെയിറ്റ്. 6 കിലോ അല്ല. വർക്ക് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ നോക്കുവാണ്. ഇത് മൊത്തം തുരുമ്പ് കയറി. ആ പ്രീസെറ്റിൽ തുരുമ്പ് കയറിയിട്ടുണ്ട്. റെസിസ്റ്റൻസിൻ്റെ കാലുകളൊക്കെ തുരുമ്പായിട്ടുണ്ട്. രണ്ടും രണ്ട് സെപ്പറേറ്റ് ആയതുകൊണ്ട് ഒരു ചാനൽ ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ഇതിനകത്ത് മോസ്പെറ്റാണ് 1, 2, 3, 3, 3, 6 മോസ്പെറ്റ്. 6, 7, 8, 9, 10, 11, 12 മോസ്പെറ്റാണ് ഇതിനകത്തിരിക്കുന്നത്. മോസ്പെറ്റുള്ള ആംപ്ലിഫയറാണ്. ഇനിയിപ്പോൾ ഇത്രയും ഹെവി ആയിട്ടുള്ള ആംപ്ലിഫയർ ഉപയോഗിക്കുന്നത് മണ്ടത്തരമാണ്. കാരണം കറണ്ട് ചാർജ് ഭയങ്കരമായിട്ട് വരും. ഭയങ്കര ഹെവിയാണ്. ഡി ക്ലാസിൻ്റെ കാലത്ത് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതൊക്കെ അന്നത്തെ കാലത്ത് നല്ല ഹെവി ആയിട്ടുള്ള നല്ല ഉഗ്രൻ സാധനമൊക്കെയാണ്. പക്ഷേ പറയേണ്ട കാര്യമില്ല. വല്യപ്പൻ ചെറുപ്പത്തിൽ നല്ല മിടുക്കനായിരുന്നു. പക്ഷേ ഇപ്പോൾ 98 വയസ്സായി. പഴയ പോലെ കാര്യങ്ങളൊന്നും നടക്കില്ല. ഇത് നടത്താൻ ഒരു ഡോക്ടർക്കും പറ്റത്തുമില്ല. അതിനായിട്ട് മെനക്കെടുന്ന ഡോക്ടർ മണ്ടനും ആവും എന്ന് പറഞ്ഞ പോലെ ഇതിലേക്ക് ഞാൻ കിടക്കുന്നില്ല. ഏക്കാലും ഒരു സുഹൃത്ത് കൊണ്ടുവന്നതായതുകൊണ്ട് ഞാനൊന്ന് തുറന്നു നോക്കി എന്തെങ്കിലും വഴിയുള്ളതാണോ എന്നറിയാം. ചിലപ്പോൾ ശരിയാക്കി എടുക്കാമായിരിക്കും. ഈ മോസ്പെറ്റ് ഏതാ പോയെന്ന് നോക്കി ഒരു ചാനലേ പോയിട്ടുള്ളൂ. നോക്കി റെഡിയാക്കി എടുക്കാമായിരിക്കും. ഈ മോസ്പെറ്റ് ഷോർട്ടായിട്ട് പോകുന്നതാണ് ഇതിനകത്ത് വരുന്ന കംപ്ലൈൻറ്റ്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടല്ലോ. ഓക്കെ, കണ്ടിട്ടില്ല എന്ന് പറയല്ലേ. ഇതിൻ്റെ ഫ്രണ്ടൂടെ കാണിച്ചാൽ ഇതിൻ്റെ പേരിൻ്റെ സൗണ്ട് ലാബ് എന്നാണ് പേര്. സൗണ്ട് ലാബ് SP 800 എഴുതിയിട്ടുണ്ട്. മോസ്പെറ്റ് പവർ ആംപ്ലിഫിക്കേഷൻ എന്ന് പ്രത്യേകം എഴുതിയിട്ടുണ്ട്. ഫ്രണ്ടിൽ എഴുതിയിട്ടുണ്ട്. വർത്താനം പറഞ്ഞ് നീ ചോദിച്ചോ. നീ മിണ്ടിക്കോ. മൈക്ക് ചേട്ടനെ കൊടുത്തില്ലേ നീ? നിൻ്റെ ഉണ്ട്. മതി ചോദിച്ചോ. അവർക്ക് നാണോ, പിള്ളേർക്ക് നാണോ? ഈ സെറ്റൊക്കെ നീ കുടിച്ചോ. എന്നാൽ ശരി ചേട്ടാ. ഓക്കെ. ഇപ്പോൾ ഒരു ചേട്ടനെ പന്തളത്തുനിന്നും കൊണ്ടുവന്നതാണ്. നമ്മളിത് കൊണ്ടുവരണ്ടെന്ന് പറഞ്ഞാലും ആൾക്കാരിങ്ങനെ കൊണ്ടുവരിക. സ്പീക്കർ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞ് വന്നപ്പോൾ ഒരു ലോഡ് സാധനം. നീ എന്താ ചെയ്യുക? ജിൻസി ഒരു വീഡിയോ ആയിട്ട് ഇച്ചിരി ചെയ്ത് വെച്ചോ. നമുക്കിപ്പോൾ എന്തെങ്കിലുമൊക്കെ പറയാം. ഓരോ മനുഷ്യൻ്റെ കൊതിയല്ലേ. ലുക്കല്ലേ. ഹായ് ഫ്രണ്ട്സ്, ഇത് ബ്ലൂ പന്തിൻ്റെ ഒരു സബ്വൂഫറാണ്. നമ്മളത് സർവീസ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, സ്ക്രൂ ഒക്കെ അഴിച്ചു. നമുക്ക് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുന്നതിനായി സോൺചാനെ വിളിക്കുന്നു. വരൂ. സ്ക്രൂ അതിനകത്തിട്ടു. ഫോൺ വിളിക്കുന്നു.
ഓക്കെ, ഒരു മാർക്ക് ഇരിക്കുന്നേ. ഇനി സ്പീക്കറും പറയണം. ഇത് എങ്ങോട്ടാണ് സാർ അയക്കുന്നത്? ഇത് കാസർഗോഡിന് ഒരാൾ ഓർഡർ വന്നിട്ടുണ്ട്. കാസർഗോഡ്. സോണിയുടെ ഓവൽ സ്പീക്കർ സോണിയുടെ 420 വാട്ട്സ് 60 വാട്ട്സ് RMS ഉള്ള 3 വേവ് 6.9 മെഗാ ബാസ് സ്പീക്കർ, പിന്നെ റൗണ്ട് സ്പീക്കറും. കാസർഗോഡിന് പാക്ക് ചെയ്യുന്ന ഭാഗമാണല്ലേ? ഓക്കെ കാസർഗോഡിന്. ഓക്കെ. അങ്ങനെ പലതും ഓർക്കും. സോണിയുടെ സ്പീക്കർ തീർന്നുകൊണ്ടിരിക്കുന്നു. അന്നോർത്ത് നിങ്ങൾ പേടിക്കേണ്ട, അടുത്ത രാജാവ് ഇറങ്ങിയിട്ടുണ്ട്. ബ്ലൗപം ജർമ്മൻ 3 വേ സ്പീക്കർ എത്തിയിട്ടുണ്ട്. ബ്ലൗപം ചവറ് പോലെ വന്നിട്ടുണ്ട്. സോണി ഇനി വരണം, സ്റ്റോക്ക് കുറഞ്ഞു, 2-3 പീസേ ഉള്ളൂ. പക്ഷേ സബ്വൂഫർ നമുക്ക് ഇരിപ്പുണ്ട്. ഇവിടെ ഇട്ട് ആ തുളയൊക്കെ ചെയ്തിട്ടേ സ്പീക്കർ എടുത്തിട്ട് അതിൻ്റെ ആ ക്ലാമ്പ് എടുക്കണം. ക്ലാമ്പ് കുത്തുന്ന ഒരു ക്ലാമ്പ് അതിനകത്തുണ്ട്. പിന്നെ സ്ക്രൂവെല്ലാം എടുക്കണം. അതിൻ്റെ അകത്തൊരു കണക്ട് ചെയ്യുന്ന ഒരു പിന്ന് കാണും, പിന്നെ സ്ക്രൂവും കാണും. ഒന്ന് കണ്ടുപിടിച്ചോളൂ. ആ പെട്ടി കാണും. സ്പൂഡിനകത്ത് നിന്ന് എന്നാക്കിയാണ് കിട്ടിയേ? സ്പൂഡിനകത്തുനിന്ന് സ്ക്രൂവ്, പിന്നെ എന്നതാ? വേറെ ഒന്നും കിട്ടിയില്ല. ആ കിടക്കുന്ന തന്നെ വാറണ്ടി പേപ്പറും കാറ്റലോഗും പിന്നെ കിട്ടിയില്ലേ? ആദ്യം ആ സ്പീക്കറെ കൊളുത്തുന്ന സാധനം എടുത്ത് ആ വയറുമായിട്ട് സോൾഡർ ചെയ്ത് ഞെക്കിയെടുക്കണം. ഇത് പിടിപ്പിക്കാനുള്ള പിന്നാണ് ഇത്. കണ്ടോ? 2 പിന്നെ അതിൻ്റെ റബ്ബറും അതിൻ്റെ കവറിങ്ങും ഉണ്ട്. അപ്പോൾ കവറിങ് ആദ്യം വയറെ കയറ്റണം. കണ്ടോ? വയറ് ഇൻസുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കയറ്റിക്കോ. കീറ് വയർ ഇച്ചിരിയാണ് കീറിയിട്ട് അതിനകത്ത് കയറ്റണം. ഓക്കെ, ഒരെണ്ണത്തിനകത്ത് കയറ്റുക, 2 കൂടെ അല്ല. അത്രയും പോരാ, നല്ലപോലെ കീറി ആ വയറ് നല്ലപോലെ കയറ്റിയെടുത്ത് മറ്റേ ആ ക്ലാമ്പേൽ സോൾഡർ ചെയ്തിട്ട് ക്ലാമ്പ് മുറുക്കണം. അതിന് വയറ് പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്, വണ്ണ വ്യത്യാസം ഇല്ല രണ്ടിനും. അതുകൊണ്ട് അങ്ങനെ പൂ പോലെ ആയി. ഇനി ബാക്കി ജിൻസി ചെയ്തോ. അതാ ക്ലാമ്പ് സോൾഡർ ചെയ്തോ. സോൾഡറിങ് ഞാൻ എന്ത് ചെയ്യും? ലെഡ് ഫ്ലെക്സ് പിന്നോട് അല്ല, അതിൻ്റെ അറ്റം ഇത് കൂട്ടി ചെയ്യണം. അതിൻ്റെ അറ്റം ലെഡ് ചെയ്തിട്ട് ഇതിനകത്ത് കയറ്റി സോൾഡർ ചെയ്യണം. ഇതിനകത്ത് കയറി സോൾഡർ ചെയ്തതിന് ശേഷം ഈ സാധനം ഇങ്ങനെ ഞെക്കി കൊടുത്താൽ മതി. ഓക്കെ, പിടിച്ചോ. ആ, കൊറിയർ ഇട്ടേക്കാം. ഇത് ഗൂഗിൾ പേ ഉള്ള നമ്പറാണ്. ഈ നമ്പറിൽ തന്നെ ഗൂഗിൾ പേ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഡ്രസ്സ്, ഫോൺ നമ്പർ, പിൻകോഡ് ആ ഗൂഗിൾ പേക്കകത്ത് തന്നെ ഒരു മെസ്സേജ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് വിട്ട് കഴിഞ്ഞാൽ ഇന്ന് തന്നെ അയച്ചേക്കാം. ഓക്കെ, ശരി.
ചെറിയ ചൂടും പറ്റുള്ളൂ. അതിനാണ് ഞാൻ ഈ നോസ് പ്ലെയർ മേടിച്ചത്, മനസ്സിലായില്ലേ? ഇതിങ്ങനെ പിടിച്ചിട്ട് നേരെ പിടിച്ച് തന്നാൽ നമുക്ക് ആവശ്യത്തിന് ലെഡ് ഇടാൻ പറ്റും. അത് പിടിച്ചു. മേളിലാണ് നമുക്കിത് വെച്ച് ചെയ്യാനുള്ളൊരു സോക്കറ്റുണ്ട്, അതിലിടാം. അപ്പം ഇത് മതി. ഇനി അടുത്ത സാധനം എടുത്തു. ഒരെണ്ണോടെ ഉണ്ടല്ലോ കൂട്ടുകാരൻ. പിടിച്ചോ, അങ്ങനെ തന്നെ പ്ലെയറെ പിടിച്ചോ, അല്ല കൈ പൊള്ളും. ഇത് സാധാരണ കമ്പനി ഉദ്ദേശിച്ചിരിക്കുന്നത് ഇങ്ങനെ വെച്ച് ഞെക്കാനാണ് കമ്പനി ഉദ്ദേശിച്ചിരിക്കുന്നത്. ഞാനൊരു പടിയും കൂടെ സോൾഡർ ചെയ്യുന്നുള്ളൂ, മനസ്സിലായോ? കമ്പനി പറഞ്ഞിരിക്കുന്ന ആ വയറ് അതിനകത്തോട്ട് വെച്ചിട്ട് ഞെക്കി വിട്ടാൽ മതി, അവിടെ സുരക്ഷിതമായിട്ട് ഇരുന്നോളൂ എന്ന് പറയുന്നു. അപ്പോൾ എനിക്കതിന് പ്രശ്നമൊന്നുമില്ല, എന്നാലും എനിക്കതൊന്ന് സോൾഡർ ചെയ്യണമെന്ന് എനിക്കൊരു ആഗ്രഹം. കാരണം ഒരു കാരണവശാലും ഒരു ലൂസോ കാര്യങ്ങളോ അതിന് വരാൻ പാടില്ല. ഓക്കെ, വിട്ടോ. ഇനിയിപ്പോൾ ഇത് സോൾഡറിങ് ആയി. ഇനി ഒന്നുമില്ലെങ്കിലും ആ സാധനം പോരിയല്ല, നമ്മൾ പഠിച്ചു. ഇനി അത് കൂടാതെ നമ്മൾ കമ്പനി പറയുന്ന പോലത്തെ ഇത് കണ്ടോ, വയറവിടെ ടിക്ക് ചെയ്തു, വയറവിടെ നമ്മൾ ലോക്ക് ചെയ്തു, ഇവിടെ നമ്മൾ ലോക്ക് ചെയ്തു. അതുപോലെ തന്നെ ഈ വയർ ഇവിടെ ലോക്ക് ചെയ്തു. ഈ നോസ് പ്ലെയർ വെച്ച് ഇച്ചിരി ബലമായിട്ട് ഞെക്കിയാൽ അത് ലോക്കാവുള്ളൂ. അതും ലോക്ക് ചെയ്തു. പിന്നെ ഇവിടെയും ലോക്ക് ചെയ്തു. ശരിക്കും ഈ ലോക്കിൻ്റെ ആവശ്യമുള്ളൂ. സോൾഡറിങ് കൂടെ ഉള്ളതുകൊണ്ട് ലോക്ക് കൂടെ ആകുമ്പോൾ ഒരു കാരണവശാലും ഈ വയർ ലൂസാവുമോ വിട്ടുപോവുമോ ഒരു കാലത്തും ചെയ്യല്ല. കണ്ടല്ലോ, ഇവിടെ നമ്മൾ ലെഡ് ചെയ്തു, ലോക്ക് ചെയ്തു, ലെഡ് ചെയ്തു, ലോക്ക് ചെയ്തു. ഇച്ചിരി ഇവിടെ ലോക്കാകാനുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ പോസിറ്റീവ് ഉണ്ട്. ഈ ചുമല വയർ ഇട്ടിരിക്കുന്നിടത്ത് വേണം കുത്താൻ. സ്പീക്കറിൻ്റെ പോസിറ്റീവ് എങ്ങനെയാണ് ഏജൻസി തിരിച്ചറിയുന്നത്? ഒന്നാമത് അതിൽ എഴുതിയിട്ടുണ്ട്, അല്ലെങ്കിൽ കമത്തി വെച്ചാൽ റൈറ്റ് സൈഡായിരിക്കും പോസിറ്റീവ്. അപ്പോൾ പോയി പിറ്റ് ചെയ്തു. ഗ്ലാസ് പൊട്ടും. അപ്പോൾ അതിൻ്റെ കണക്ഷൻ തിരിച്ചു വെച്ചേ, നമ്മുടെ നേരെ വെച്ചേ. ആ കണക്ഷൻ നമ്മുടെ നേരെ വെക്കുക. നിൻ്റെ നേരെ തന്നെ വെച്ചേ, അപ്പോൾ നിനക്ക് കിട്ടും. ഓക്കെ, ഇവിടെ എവിടെയാണ് പോസിറ്റീവ് എഴുതിയിരിക്കുന്നത്? പോസിറ്റീവ് എഴുതിയിരിക്കുന്നത് കാണാവോ? കണ്ടില്ല? അവിടെ പോസിറ്റീവ് ഉണ്ട്. അപ്പുറം നെഗറ്റീവ് ഉണ്ടോ? ഒരു വരയാണ് നെഗറ്റീവ് ഉണ്ട്. അപ്പോൾ പിന്നെ കുത്തിക്കും. ചുമല കൊണ്ട് പോസിറ്റീവ് കുത്തും. മേളിയും താവട്ടെ. ടിക്ന്നൊരൊച്ച കേൾക്കണം ഇറങ്ങിക്കഴിയുമ്പോൾ. രണ്ട് ഇതിന് നമ്മൾ കണക്ട് ചെയ്തു, പോസിറ്റീവ് നെഗറ്റീവ്. ഇനി വയർ പ്ലാസ്റ്റിക് കയറ്റിയിട്ട് കവർ ചെയ്യണം ബോഡി. അത് വേണ്ട, നെഗറ്റീവാണ്, പിക്ചർ പോവുക. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് ആ വയറെടുത്ത് ഇതിനകത്തൂടെ ഹോളിനകത്തൂടെ ഇടണം. വയറെടുത്ത് അതിന് ആ ഹോളിനകത്തൂടെ ഇടണം. കണ്ടോ, അവിടെ നോക്ക് ഹോളിനകത്തൂടെ ഇട്ട് അപ്പുറമായിട്ട് വലിച്ചെടുത്തോ. എടുത്തോ. ഇനി വലിയത് ഇതിവിടെ സ്പീക്കറിൻ്റെ അടുത്തായി. ഇത് താഴോട്ട് വെച്ചു. പെട്ടിയെടുത്ത് താഴോട്ട് വെച്ചിട്ട് സ്പീക്കർ എടുത്ത് വരമ്പത്ത് വെക്കുക. വയർ വലിച്ചിട്ട് സ്പീക്കർ എടുത്ത് ഈ സൈഡിൽ വെക്കണം. കറക്റ്റ് വലിച്ചു. ഇത് നേരെ ചെറു വലിച്ചു വേറെ പോരട്ടെ. ഇങ്ങനെ എടുത്ത് ഇങ്ങനെ വരമ്പത്ത് വെക്കണം, മറിയാത്ത പോലെ. രണ്ട് വയർ വലിച്ചേ, വലിയണ്ട. എന്നിട്ട് ലൂസ് ചെയ്തേ, ഒരു ഇച്ചിരി ലൂസ്. വയറവിടെ പിന്നെ ചെയ്തിട്ട് ലൂസ് ചെയ്യാൻ പറ്റും. മതി.
ലൂസായില്ല. അപ്പോൾ ഇങ്ങനെ നമുക്ക് പൊക്കിയെടുക്കാൻ മാത്രം വേണം. ഇനി ഗ്ലൂ കിട്ടും അതിനകത്ത്. ഗ്ലൂ ഇടാം, വയറങ്ങോട്ട് പോകാതിരിക്കുക. ഒരിടത്ത് മുട്ടല്ല ഗ്ലൂ ഗണ്ണിൻ്റെ തല. ഗ്ലൂ ഇടാം. വീണോ? അതെല്ലാം ഒരിക്കൽ ഞാൻ എൻ്റെ ഒന്നും ആവശ്യമില്ല. പോവാ. ഓപ്പോസിറ്റ് സ്ഥലത്ത് വെക്കണം. അടുപ്പിച്ചല്ല വെക്കണം. അത് രണ്ടെണ്ണം തന്നത് തന്നെ തെറ്റ്. ഒരു തോളം അങ്ങോട്ട് അപ്പുറം ഇവിടെ ഇട്ടായിരുന്നു. അവിടെ ഇടും. ഈ സൈഡിൽ ഫുള്ള് മുറുകി കഴിയുമ്പോൾ ഇങ്ങനെ സ്ട്രിപ്പ് ചെയ്യണം. മനസ്സിലായില്ലേ? ഈ സോണിയുടെ സ്ക്രൂ നല്ല മുഴുത്ത സ്ക്രൂവാണ്. കെൻവുഡിൻ്റെ സ്ക്രൂ കുഞ്ഞ് സ്ക്രൂ ആയിരുന്നു. അതായത് ഇതിൻ്റെ പകുതി നീളമുള്ളായിരുന്നു, ഒച്ചയിടായിരുന്നു. നല്ല കിടുക്കാച്ചി സ്ക്രൂവാണ് സോണിയുടെ. ഓക്കെ, അടിപൊളി. ഇവിടെ ഗ്യാപ്പ് ഉണ്ടോ എന്ന് നോക്കണം. ഗ്യാപ്പില്ല. ഉണ്ടാ. ഇനി അവനെ നമുക്ക് ഇവിടെ എടുത്ത് കയറ്റി വെച്ചു. നമുക്ക് അവനെ ഒന്ന് ഇടിപ്പിക്കാം. ഈ അയണ് ഇതെല്ലാം കൊണ്ടുപോകും. ഇത് നമുക്ക് പിന്നെ മേളിൽ കൊണ്ടുപോകണ്ട. അപ്പുറം കൊണ്ട് വെച്ചു. ഫ്ലെക്സ് ലെഡ്. വയറെടുത്തു. എല്ലാ വയറും എടുത്ത് കൊടുത്തു. ആദ്യം നമ്മുടെ സബ്വൂഫറിൻ്റെ, നമ്മളിപ്പോൾ ഉണ്ടാക്കിയ സബ്വൂഫറിൻ്റെ വയർ ആദ്യം കൊടുത്തു. ഇവിടെ ഒരു സാധനം കിട്ടിയിരിക്കുന്നത്. ഇത് എന്തിയാ? 32 PM ആയി സമയം. ഇന്ന് 14-ാം തീയതിയായോ? മാസത്തിൻ്റെ പകുതിയായല്ലേ? സമയം പോകുന്ന പോക്ക്.
just break all the heartache, 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 all the heartache. അപ്പോൾ അയക്കാൻ പോവാണ്. സാധനം പാക്ക് ചെയ്ത് അയക്കുന്നിടക്കാണ്. നല്ല വർക്കിംഗ് ആയിരുന്നു. സൂപ്പർ ബാസാണ്. ഈ ഒരു ലെവല് സൗണ്ട് ബാർ ഒന്നും ഇനി മേടിച്ച് വെച്ചിട്ട് ഒരു കാര്യമില്ല. ഇതിൻ്റെ 4-1 എഫക്റ്റ് കിട്ടത്തില്ല. എന്നാണേലും ഈ ആംപ്ലിഫയറിൻ്റെ ഇറങ്ങിയതോടുകൂടി ഈ ആംപ്ലിഫയർ എന്ന് പറഞ്ഞ ആൾക്കാരെ ഉണ്ടാക്കിയിരുന്ന വലിയ എമൗണ്ട് വെച്ചൊക്കെ വലിയ ആഗ്രഹം കൊണ്ടൊക്കെ ഉണ്ടാക്കിയിരുന്ന ആ പരിപാടികളൊക്കെ നിന്നുപോയി. ഇപ്പോൾ ഈ ആംപ്ലിഫയറിൻ്റെ പുറകെയാണ് എല്ലാവരും. മറ്റേത് നല്ലതെന്നിങ്ങനെ പറയാമെന്നുള്ളൂ. നമ്മൾ പുതിയ LED TV വന്നപ്പോഴും അങ്ങനെ തന്നെ പറഞ്ഞു, പിക്ചർ ട്യൂബ് ആരും നല്ലത്, LED കൊള്ളുകയല്ല, തള്ളാന്ന് പറഞ്ഞു. ശരിയാ, LED അതിൻ്റെതായ ഗുണങ്ങളുമുണ്ട് ദൂഷ്യങ്ങളുമുണ്ട്. എല്ലാ കാര്യങ്ങൾക്കും അങ്ങനെ തന്നെയാണ്. ഒന്നും 100% നല്ലതും ഒന്നും 100% ചീത്തയുമല്ല. എല്ലാത്തിനും അതിൻ്റെതായ ഗുണങ്ങളുമുണ്ട്. മനുഷ്യർക്കും അങ്ങനെയല്ല. അങ്ങനെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡോടെ അവസാനിക്കുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു നഷ്ടവുമില്ല. ലൈക്ക് അടിക്കുക, സ്കൈപ്പ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.